വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ അനിയൻ്റെ റൂമിൽ കയറിയപ്പോൾ കുറേ സാധനങ്ങൾ കേട്ടോ. കുറേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വശത്തേക്ക് പോകരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അതിലൊരു ബോക്സ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, കുറച്ച് പൈസ. വെറും പൈസ അല്ല, കുറേ നാൾ ശേഖരിച്ച് വെച്ച പൈസയാണ്. അതായത് നാണയത്തിൻ്റെ നോട്ടുകളുടെ ഒക്കെ ഒരു ശേഖരമാണ്. കുറച്ചുള്ളൂ, എങ്കിലും അത് കുറേ ഞാൻ കാണാത്തതാണ്. 10 പൈസ പഴയ അതൊക്കെയുണ്ട്. പിന്നെ പല രാജ്യത്തിലത്തെ അങ്ങനെയൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 10 പൈസേൻ്റെയാണ്. പക്ഷെ 2 മോഡലുണ്ട് കേട്ടോ. ഇത് 20 പൈസേൻ്റെ 2 മോഡലാണ്. ഇത് ഞാൻ മുന്നേ കണ്ടിട്ടേ ഇല്ല. ഇത് എല്ലാവർക്കും അറിയണത് തന്നെയാണ്, നമ്മുടെ 25 പൈസ. അപ്പോൾ പഴയൊരു മോഡലും പിന്നെ നമ്മളെ കണ്ടൊരു മോഡലും ഉണ്ട്. ഇത് പിന്നെ നമ്മുടെ 50 പൈസ, അതിൻ്റെ വേറെ മോഡൽ. പിന്നെ 1 രൂപയുടെ തന്നെ പല പല മോഡലും ഉണ്ട് കേട്ടോ. ഇത് 2 രൂപയുടെ പുതിയ കോയിൻസാണ്. ഇത് പിന്നെ 5 രൂപയുടെ പല മോഡൽസാണ്. അതിൽ ഈ 5 രൂപ നല്ല വലിപ്പമുണ്ട്, നമ്മുടെ വലിയൊരു 2 രൂപേനേക്കാളും വലിപ്പമുണ്ട് കേട്ടോ. ഇത് 20 പൈസ നമ്മുടെ ഗൾഫ് കൺട്രീസിലത്തെ കോയിൻസാണ്. അതേപോലെ തന്നെ 50 പൈസ സൗദി അറേബ്യൻ കോയിനാണ് കേട്ടോ. ഇത് പിന്നെ അവിടുത്തെ ഒരു ദർഹാണ്. ഇത് ഫിലിപ്പീൻസിലത്തെ കോയിനാണ്. 1 രൂപ. രൂപ എന്ന് പറയുന്നത് ഞാൻ ഇവിടുത്തെ കണക്കാക്കിയിട്ടാണ് ജസ്റ്റ് പറയണത്. ഇത് ശ്രീലങ്കൻ പൈസയാണ് കേട്ടോ, 5 രൂപേൻ്റെ. ഇത് 2 ഓസ്ട്രേലിയൻ കോയിനാണ്, 10ഉം 20ഉം. ഇത് നെതർലാൻഡിലത്തെ കോയിനാണ് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. ഇത് പിന്നെ തെളിച്ചില്ല, പിന്നെ ഞാൻ ഗൂഗിൾ ലെൻസിലൊക്കെ നോക്കി കുറേ കണ്ടുപിടിച്ചു. ഇത് തായ്ലൻഡ് കോയിനാണ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാം, ഒരു ഡോളറാണ്. ഇനി കുറച്ച് നോട്ടുകൾ നമുക്ക് നോക്കാം. എനിക്കിതിൽ ഇഷ്ടമായ ഒരു നോട്ടാണ് ഇതാ, ഓസ്ട്രേലിയൻ നോട്ട്. കണ്ട 10. ഇത് നമ്മുടെ പോലെയല്ല, ഇങ്ങനെ പ്ലാസ്റ്റിക്കാണ്. കീറാൻ പറ്റില്ല എന്നാണ് നിഗമനം. ഞാൻ കീറിയിട്ടില്ല, കീറാൻ പറ്റില്ല. നല്ല ആൾക്കാരെ ചിലപ്പോൾ കീറിപ്പോയാൽ അവനെ കൊല്ലും. കണ്ടോ 10. ഇവിടെ കണ്ടോ ട്രാൻസ്പാരൻ്റ് ആണ്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ കണ്ട വേഗം നമ്മൾക്ക് അങ്ങനെ പോക്കറ്റിൽ വയ്ക്കുമ്പോൾ നനയുക അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് പിന്നെ പഴയ കുറച്ച് നോട്ടുകളാണ്. ഇതിൽ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവൻ്റെ കയ്യിലുള്ളത്. ഇതെങ്ങനെയൊക്കെ അവന് കിട്ടിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഞാനിവിടെ ഒരു എക്സിബിഷന് പോയപ്പോൾ അവിടെ കുറച്ച് കോയിൻസ് നോട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അത് എന്തൊക്കെയോ ഉണ്ട് ശരിക്കും ഫുള്ള്. പിന്നെ തിരക്കായ കാരണം അങ്ങനെ ഫുള്ള് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ വലിയ വലിയ കോയിൻസും കാര്യങ്ങളും ഇപ്പോൾ ഇതിലുള്ള മറ്റേ 10 പൈസ 25 പൈസ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പല ടൈപ്പിലുള്ള കോയിൻസും വലിയ വലിയ നോട്ട്സുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു പെട്ടി തുറക്കുമ്പോൾ കാണാം. ബൈ.